കൊല്ലം പത്തനാപുരത്ത് ഭാര്യയെയും മകളെയും വെട്ടിയ ശേഷം യുവാവ് തീ കൊളുത്തി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ അഞ്ജുവിനെയും മകൾ ആരുഷയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് അക്രമത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്താണ് വിവരങ്ങൾ? രോഹിണി, ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ രൂപേഷ്, 40 വയസ്സുള്ള രൂപേഷ് ഭാര്യയും മകളെയും വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാവിലെ ഈ വീടിന് സമീപത്തു നിന്നും പുക ഉയരുന്നത് കണ്ടാണ് സമീപവാസികൾ ഓടിയെത്തുന്നത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഈ ഭാര്യയും മകളെയും രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്നു ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബ വഴക്കായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഈ ആത്മഹത്യയിലേക്കും വെട്ടിപ്പരിക്കേൽക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നത് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രൂപേഷ് ഓട്ടോ തൊഴിലാളിയാണ്. കഴിഞ്ഞ നാളുകളായിട്ട് ഇവരുടെ വീട്ടിൽ ഈ കുടുംബ വഴക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. 10 വയസ്സ് മാത്രമാണ് മകൾ ആരുഷമയുടെ പ്രായം. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് രണ്ടുപേരും ചികിത്സയെ തുടരുന്നതും. രൂപേഷിന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.